الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ധാരാളം കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ധാരാളമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അദ്കാറുകളുണ്ട്, ഇബാദത്തിലുള്ള ചിട്ടകളുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതാണ് അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം. ദിക്ർ ഹാദിമുൽ ലദ്ദാത്ത്, നിങ്ങളുടെ ഈ ദുനിയാവിനോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിപ്പിക്കപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ ദുനിയാവിന്റേത് മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച്, അൽ മൗത്ത്, മരണത്തെക്കുറിച്ച് നിങ്ങൾ സദാ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് മാത്രം സ്വന്തമായി ചിന്തിക്കാനാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ദുനിയാവിലെ സൗഭാഗ്യങ്ങളും അതിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും അല്ല ചിന്തിക്കേണ്ടത്. അതിനുശേഷമുള്ള എന്റെ ജീവിതത്തെക്കുറിച്ച്, മരണാനന്തരം എനിക്കെന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഓർമ്മ ധാരാളമായി അധികരിപ്പിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഒരു മരണത്തെ ഒരു ദിവസം വെച്ച് നോക്കിയാൽ, ഒരു ദിവസത്തിൽ എപ്പോ മരിക്കും എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു 2 നമസ്കാരങ്ങൾക്ക് ഇടയിലായിരിക്കും നമ്മൾ മരിക്കുക. ഒന്നുകിൽ സുബഹിന്റെ ളുഹറിന്റെ ഇടയിൽ, ളുഹറിന്റെ അസറിന്റെ ഇടയിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വക്തിന്റെ ഇടയിലായിരിക്കും. അപ്പൊ മരണത്തിന് തൊട്ട് മുമ്പ് നിർവഹിച്ച നമ്മുടെ നമസ്കാരം നമ്മുടെ അവസാനത്തെ നമസ്കാരം. സ്വാഭാവികമായും ആ നമസ്കാരം അവസാനത്തേതായി ഒന്ന് പരിഗണിച്ചു നോക്കൂ എങ്കിൽ ആ നമസ്കാരം ഏറ്റവും ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്നത് ആയിരിക്കും. ഇനി ഏത് ആഴ്ചയിലാണ് മരിക്കുക, അങ്ങനെ ചിന്തിച്ചു നോക്കൂ. ഒന്നുകിൽ അത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലുള്ള ഒരു ദിവസമായിരിക്കും. സ്വാഭാവികമായും നമ്മുടെ മരണം ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലാണ് എങ്കിൽ നമ്മുടെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഇങ്ങനെ ചിന്തിച്ചാൽ ഈ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ജുമഅയായി മാറും. ഇനി ഏത് വർഷം, വർഷത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും 2 റമദാനുകൾക്കിടയിൽ ആയിരിക്കും.
ഈ റമദാൻ ജീവിക്കാൻ അവസരം കിട്ടിയാൽ ചിലപ്പോ അടുത്ത റമദാനിന് മുന്നോടിയായി നമ്മൾ മരണപ്പെട്ടേക്കാം. സ്വാഭാവികമായും ഒരു അവസരം കിട്ടിയാൽ ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാൻ ആയിരിക്കാം. ഞാൻ സഹോദരങ്ങളെ, ഇങ്ങനെ മരണത്തെക്കുറിച്ചൊന്ന് സ്വന്തത്തിലേക്ക് ചേർത്ത് പിടിച്ച് ചിന്തിച്ചാൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരിൽ പലരും മരണപ്പെട്ടു പോയി. വളരെ ആരോഗ്യത്തോടു കൂടി റമദാനിൽ ഓടിച്ചഴറി നടന്നിരുന്ന നല്ല പ്രവർത്തകരുണ്ടായിരുന്നു. അവരിൽ പലർക്കും പല അസുഖങ്ങളും വന്ന് കിടപ്പിലായി. അവർക്ക് ഈ റമദാനിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം പലരും ആശുപത്രികളിലാണ്, പലരും വീട്ടിലെ രോഗികളാണ്. നമ്മളോ? ഈ ഒരു ചിന്ത നമുക്കുണ്ടാവും. അടുത്ത പരിശുദ്ധ റമദാൻ വരുമ്പോ എത്ര ആളുകൾ നമ്മൾ ആരോഗ്യവാന്മാരായി ഉണ്ടാകും, എത്ര ആളുകൾ റൂഹോടുകൂടി ഉണ്ടാകും, ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യരെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ, ആരാധനാ നിഷ്ഠയുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഇബാദത്തിനെ ചേർത്തുകൊണ്ട് ജീവിതത്തെ ഓർക്കുമ്പോൾ നമുക്ക് കൂടുതൽ തഖ്വയോടുകൂടി ജീവിക്കേണ്ടുന്ന കാലമാണ് ഇത് എന്ന് നമ്മൾ അറിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടെങ്കിലേ മനസ്സമാധാനം ഉണ്ടാവും. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ, റഹ്മാനായ റബ്ബ് എല്ലാം കാണുന്നു, അവൻ അറിയുന്നു, അവന്റെ രേഖയിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കുറിച്ചുണ്ട്, ആ അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ നന്മ അവൻ അറിയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ തിന്മകൾ ആരാരും അറിഞ്ഞില്ലെങ്കിലും റഹ്മാനായ റബ്ബ് കാണുന്നു, രേഖപ്പെടുത്തുന്നു. ഈ ഒരു ചിന്ത ഈമാനിന്റെ ലക്ഷണമാണ്. ആ ഈമാൻ നിലനിൽക്കുക എന്നുള്ളതും നിലനിർത്തുക എന്നുള്ളതും കൂടുതൽ പ്രകാശമുള്ളതാക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിൽ ശരീരം വൃത്തിയാക്കുന്നത് പോലെ, വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നത് പോലെ, വാഹനം നമ്മൾ കഴുകുന്നത് പോലെ, സർവീസ് ചെയ്യുന്നത് പോലെ, ഒരു വർഷത്തിൽ ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ ഈമാനിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ, തന്റെ കർമ്മങ്ങളെ ഒന്നുകൂടി ശ്രേഷ്ഠമാക്കി മാറ്റാൻ, തന്റെ പ്രാർത്ഥനകളൊന്ന് വർദ്ധിപ്പിക്കാൻ, അവസാന വേദഗ്രന്ഥം കൂടുതൽ സമയം പഠിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ ഒരു സമയം, നിർബന്ധിതമായ സമയം അള്ളാഹു നൽകാൻ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അല്ലദീന ആമനൂ, അവർ ഒരു വിശ്വാസികളാണ്. അവർക്കുള്ള ഒരു പ്രത്യേകത തത്മഇന്നു ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ നിറഞ്ഞിട്ടുണ്ട്, അത് സമ്പൂർണമായി സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ബിദ്ദിക്രില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അദ്കാറുകൾ കൊണ്ട്, ഓർമ്മകൾ കൊണ്ട്, സ്മരണകൾ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ഏറ്റവും സുന്ദരമാണ്. അലാ അറിയണേ ബിദ്ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ മനസ്സുകൾ ശാന്തമായി തീരുക, അത് സുന്ദരമായി തീരുക, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് മാത്രമാണ് ഒരു മനസ്സ് ശാന്തതയിലും സമാധാനത്തിലും നിലകൊള്ളുക എന്ന് സൂറത്ത് റഅദിലെ 28-ാമത്തെ ആയത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു റമദാൻ, നമുക്ക് വരാനിരിക്കുന്ന പുണ്യപൂർണമായ ദിനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടത് നോമ്പെടുക്കാനല്ല, എന്റെ അവസാനത്തെ നോമ്പാകാം എന്ന നിയ്യത്തോടു കൂടിയാണ്. ഈ ഒരു സ്വസ്ഥത സഹോദരങ്ങളെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വ്യക്തിപരമായി നമ്മിൽ മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവണം. എങ്കിലേ ആ വീട് സ്വസ്ഥമാവുകയുള്ളൂ. കാരണം എന്താ, നമ്മളെ വീട്ടിലൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളും. ആ എല്ലാവരും പേരുകൊണ്ട് മാത്രം വിശ്വാസികളാകുന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഇസ്ലാമികമായ അന്തരീക്ഷം ഒരു വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് ആ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യത. അത് ഉണ്ടായില്ലെങ്കിൽ എന്തു സംഭവിക്കും? കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലെയും മീഡിയകളെയും വാർത്ത അതിന് തെളിവാണ്, അല്ലെ? തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലയിൽ നാം അതാണ് കണ്ടത്. ഇതുവരെ ആർക്കും കാരണങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താ അടിസ്ഥാനപരമായി പറയുന്നത്? ആർക്കും ഇവരെ അടുത്തറിയില്ല.
ഇത്ര വലിയ പ്രശ്നത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കൊല നടന്നു, അതിന് ശേഷവും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അതെന്താ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിലുണ്ട് സഹോദരങ്ങളെ. നമ്മളൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്തായിട്ടാണ് നമ്മളോട് ജീവിക്കാൻ പറയുന്നത്. നോക്കിങ്ങളെ, ഈ ഒരു പള്ളിയിൽ അല്ലാഹ് ഫർളാക്കിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വരുമോ? ഇല്ലല്ലോ. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ മഹല്ലിലെ പള്ളിയിൽ 5 തവണ നമ്മൾ ചൊല്ലും. എന്തൊരു പരിചയമായിരിക്കും, എന്തൊരു അടുപ്പായിരിക്കും, എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലേ? ഇതേപോലെ വീടിന്റെ അകത്തോളൊന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ. ഭാര്യയോട് ദീനിനെ കുറിച്ച് പറയാത്തൊരു ഭർത്താവ് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം? വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം? ആഴ്ചയിൽ 4 തവണ ഔട്ടിങ്ങിന് പോയിട്ട് എന്താ കാര്യം? ഇല്ല, ഒരു ഉപകാരം കിട്ടൂല. അവന്റെ മക്കളോട് സ്നേഹത്തോടു കൂടി അവനെ ദീനിന്റെ ഈ ജമാഅത്തിന്റെ കൂടെ സഞ്ചരിപ്പിക്കാൻ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസവും സൗകര്യവും ആനന്ദവും നൽകുന്നതോടൊപ്പം മോനെ മോളെ എന്ന് പിടിച്ച് ചേർത്ത് പിടിച്ച് സലാം പറഞ്ഞ് അണച്ചു പിടിച്ച് പ്രാർത്ഥിച്ച് കൂടെ കൂട്ടി ദീനും ഇസ്ലാമും ഖുർആനും ഹദീസും പ്രവാചകനും പ്രവാചക ചരിത്രവും കേൾക്കാനും പഠിക്കാനും അറിയാനും അവസരം കൊടുക്കാതെ AC റൂമിൽ അടച്ചിട്ട് മൊബൈൽ ഫോണിന്റെ മുമ്പിൽ തലയിൽ കൂഴ്ത്തിയിരിക്കുന്ന മകനും മകളുമാണ് സമ്പാദ്യമെന്ന് പറഞ്ഞാൽ ഇക്കോലത്തിലിരിക്കും. ആർക്കും അറിയില്ല, ആർക്കും ഒരു പരിചയമല്ല, ആർക്കും ഒരു ബന്ധമല്ല. എന്താ സഹോദരൻ ചിന്തിച്ചു നോക്കി, ഇസ്ലാം എത്ര സുന്ദരമാണ്. റഹ്മാനായ റബ്ബ് മനുഷ്യർക്ക് ജീവിക്കാൻ പഠിപ്പിച്ച ഈ ജീവിത പദ്ധതി എത്രമാത്രം ആനന്ദം നൽകുന്നതാണ് അല്ലേ? ദീനുള്ള മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടിയാൽ സഹോദരങ്ങളെ അതിനേക്കാൾ വലിയ അടുപ്പമുണ്ടോ? എനിക്കട പനിക്കുന്നു, എന്റെ റിസൾട്ട് കുറച്ച് പ്രശ്നമാണെന്ന് പറയുമ്പോ ആ വലത് കൈ പിടിച്ചൊന്ന് അമർത്തി പിടിച്ചിട്ടില്ലടാ അല്ലാഹു യശ്ഫീഖ്, എനിക്ക് അല്ലാഹ് ശിഫ നൽകും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോ മനസ്സിലേക്കൊരു കുളിർമഴയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ ആളുണ്ടല്ലോ റഹ്മാനെ. ഈ ഒരു ചിന്തയിലേക്കും ഈ ഒരു തലത്തിലേക്കും നമ്മളൊന്ന് വികസിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, ഭാര്യ സന്താനങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു പ്രശ്നത്തെ മാത്രം അവലോകനം ചെയ്താൽ സഹോദരങ്ങളെ ഒരു ഒറ്റപ്പെട്ട ജീവിതം ആ കുടുംബത്തിന് നമുക്ക് കാണുവാൻ പറ്റും അല്ലേ? ഒരു ഒറ്റപ്പെട്ട ആരോടൊരു ബന്ധമില്ലാത്ത മതിൽ കുത്തി അതിന്റെ ഉള്ളിൽ നേരെ കാറ് കയറി ഗേറ്റ് അടക്കുക, നമുക്കുണ്ടങ്ങനെ പേടിച്ചോളൂ, അപകടകരം. ഒരു ബന്ധമില്ലാത്ത ഞാനും എന്റെ ശമ്പളവും ഞാൻ എന്റെ ലാഭവും എന്ന് കൂട്ടി ഞാൻ എന്റെ ഇങ്ങനെ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും നൽകുന്നില്ല എന്ന് തിരിച്ചറിയാം. പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? പ്രണയമുണ്ടായിട്ടുണ്ട് അല്ലെ? ഇസ്ലാം അറിയാത്തവനല്ലേ ഇതിന്റെ പിന്നാലെ ഈ ഹറാമിന്റെ പിന്നാലെ പോകും. ലഹരി ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമാണോ? സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുടെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ നമ്മയും പിടികൂടും. ഈ വിഷയമൊന്നും അത്ര ദൂരത്തൊന്നും അല്ല. നമ്മളൊക്കെ മതിലിന്റെ ഉള്ളിൽ 10 സെന്റിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. ഇത് ഗർഭം ധരിച്ച് നിൽക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇങ്ങനെ വീർപ്പ് പൊട്ടി നിൽക്കുക, എപ്പോഴാ പ്രസവിക്കുക, എപ്പോഴാ പൊട്ടിലാവൊലിക്കുന്ന അറിയാത്തതും. അതുകൊണ്ട് സഹോദരങ്ങളെ ദീനിലേക്ക് മടങ്ങുക എന്നതല്ലാതെ ഈ ആധുനിക കാലത്ത് വേറൊരു പരിഹാരമില്ല. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. വലത്തെ കൈകൊണ്ട് ഖുർആൻ കയ്യിലെടുത്ത് അതേ കൈകൊണ്ട് മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ചേർത്ത് പിടിച്ച് ദീനിന്റെ ഒരു കൾച്ചറിലേക്ക്, സംസ്കാരത്തിലേക്ക്, തെളിച്ചത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടി നടക്കാൻ നമുക്ക് കഴിയുമ്പോഴേ യഹവും പരവും നമുക്ക് ലഭിക്കുള്ളൂ. അതിന് ഏറ്റവും സുന്ദരമായൊരു അവസരമാണ് ഈ റമദാൻ അല്ലേ? ഒന്നെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ, എല്ലാവർക്കും എല്ലാ തിരക്കും മാറ്റിവെച്ച് കടയൊക്കെ ഒന്ന് ഷെഡ്യൂൾ മാറ്റി, നമ്മുടെ കുട്ടികളോടൊക്കെ ഒന്ന് പഠനമൊക്കെ ഉണ്ട് എങ്കിലും അതിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി അല്ലെ? പലരും എന്ത് ചെയ്യുന്നവരെ കുട്ടികളൊക്കെ വീട്ടിലിട്ടിട്ട് പോരും പഠിക്കാണ്ട്. ശരിയായിരിക്കാം, ഒന്ന് ക്രമീകരിച്ചു നോക്കുക സഹോദരങ്ങളെ. അവർക്കും ഇതിന്റെ കൂടെയൊക്കെ സഞ്ചരിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ അവരൊറ്റക്കാകും. അത് നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുമെന്ന് നമ്മൾ അറിയണം. നോക്കൂ, നിങ്ങൾ ഈ റമദാനിനെ അങ്ങനെ സ്വീകരിക്കാൻ, കുടുംബത്തെ ഒന്ന് ദീനിലേക്ക് കൂടെ പിടിക്കാനാണ് ഈ റമദാൻ. എനിക്ക് മരിക്കുമ്പോൾ കൊണ്ടുപോകാനാണ് റമദാൻ. ഈ നിയ്യത്തിലേക്ക് നമ്മൾ വരണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ഈ ഒരു ദുഷിച്ച കാലത്ത് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടൊരു കാലം അല്ലെ? എവിടെ നോക്കിയാലും ഹറാം,
എങ്ങനെയെങ്കിലും ഹറാമെന്ന് രക്ഷപ്പെടാൻ വിചാരിച്ചാൽ തന്നെ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാത്ത വിധം നീരാളിപ്പിടുത്തത്തിലാണ് സമൂഹവും ചുറ്റുപാടും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ജാ റമളാൻ, റമളാൻ വന്നാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ അല്ലാഹു തുറക്കും എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് ധാരാളം ആളുകൾ പ്രവേശിപ്പിക്കപ്പെടും. വഗുലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധിപ്പിക്കും. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. സ്വർഗ്ഗം തുറക്കുകയും നരകം അടക്കുകയും ശൈത്താന് ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്ന കാലാണ്. ഇതിലും വലിയൊരു കാലം ഇനി നന്നാവാൻ ഇല്ല. എന്നിട്ട് റസൂലുള്ളാഹി എണ്ണിയ ഹദീസ് ഒന്ന് കേട്ടു നോക്കൂ. മൻ സ്വാമ റമളാന, ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു, ഈമാനം വഹ്തിസാബ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈമാനോട് കൂടി. വീട്ടുകാർക്കൊക്കെ നോമ്പുണ്ട്, ഭാര്യക്ക് നോമ്പുണ്ട്, മക്കൾക്ക് നോമ്പുണ്ട്, നാട്ടുകാർക്ക് ഇതെങ്ങനെ ഇന്ന് ഞാനും അല്ല, ഈമാനം വഹ്തിസാബ, നല്ല കൂലി ആഗ്രഹിച്ച് മരിക്കോലോ എന്നുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടുകൂടെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഇതാണ് ഗ്യാരണ്ടി. ഇത് തന്നെയാണ് ഗ്യാരണ്ടി. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ, അവൻ ആ റമളാൻ മാസത്തിൽ എഴുന്നേറ്റ് നിന്ന് തറാവീഹ് നമസ്കരിച്ചു എന്നാ ഈ അർത്ഥം. ആ നിസ്കാരം ശരിയാക്കി നിർവഹിച്ചു. ഈമാനം വഹ്തിസാബ, കൂലി കിട്ടണം, ഈമാനോട് കൂടി അവൻ ആഗ്രഹിച്ചു. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അവന് പുറത്തു കൊടുക്കും. മൻ ഖാമ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ അവസാനത്തെ 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളിൽ ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ ഈമാനം വഹ്തിസാബ, പ്രതിഫലം ആഗ്രഹിച്ചും ഈമാനും ഇഖ്ലാസോടും കൂടി അവൻ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു നോമ്പ് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന് നരകത്തിൽ പ്രവേശിക്കുന്നില്ലതാണ്. നരകമാണ് പേടി. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു നോമ്പ് ശരിയാവണ്ണം നിർവഹിച്ചാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അവനെ അകറ്റും. നമുക്ക് 29 30 അങ്ങനത്തെ 10 കൊല്ലം കിട്ടി, 20 കൊല്ലം കിട്ടാം, 30 കൊല്ലം കിട്ടും. ഒന്ന് കൂട്ടി നോക്ക്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഈമാനം വഹ്തിസാബ, നല്ല ആഗ്രഹത്തോടു കൂടി സ്വർഗം കിട്ടണമെന്ന് നല്ലോണം മോഹിച്ച നോമ്പ് നോറ്റാൽ, മൻ സ്വാമ യൗമൻ, ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ, 70 വർഷക്കാലത്തെ വഴി ദൂരം അവനെ നരകത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് അകറ്റും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം എന്നൊരു വല്ലാത്ത ഭയാനകമാണ്. ഇദാ ഉൽഖൂ ഫിഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ, സൂറത്തുൽ മുൽക്കിലെ വചനല്ലേ. ആ നരകത്തിലേക്ക് മനുഷ്യന്മാരാണ് വലിച്ചെറിയപ്പെടുമ്പോ സമിഉ ലഹാ, അതിൽ നിന്ന് അവന് കേൾക്കാൻ പറ്റും ഷഹീഖൻ, ഗർജനങ്ങൾ കേൾക്കാൻ പറ്റും. വഹിയ തഫൂർ, ആ നരകം ഇങ്ങനെ തിളച്ചു മറിയുന്നത് അവന് കാണാൻ പറ്റുമെന്നാണ്. തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ, അല്ലേ, അങ്ങനെ അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് കോപം കൊണ്ട് നരകാഗ്നി ആളിക്കത്തും. ഓരോ സംഘവും അതിലേക്ക് എടുത്തെറിയപ്പെടും. അപ്പൊ അതിന്റെ കാവൽക്കാര് ആ വരുന്നവരോടൊക്കെ ചോദിക്കടാ, നിനക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ, നരകമുണ്ടെന്ന്, സ്വർഗമുണ്ടെന്ന്, നിന്നെ ശപിക്കാനും നിന്നെ പിടികൂടാനും നിന്നെ വഴിതെറ്റിക്കാനും ഒരു പിശാചുണ്ട് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പുകാരൻ ജുമാ ഖുത്ബയായി, വെള്ളിയാഴ്ച പ്രസംഗമായി, നാട്ടിലെ വയലുകളായി നിന്റെ മുമ്പിലേക്ക് വന്ന ആ തിളങ്ങുന്ന സ്ക്രീനിലെ വെള്ളി വെളിച്ചത്തിൽ നീ കടന്നുപോയ വാക്കുകളും പ്രസംഗങ്ങളുമായി നിനക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ, വിശുദ്ധ ഖുർആൻ കണ്ടില്ലേ, പരിഭാഷ നീ കണ്ടില്ലേ ചോദിക്കും. മറുപടി ഇല്ലാന്നോ, തിരക്കായിരുന്നു എന്നാണ്. അല്ല, ബലാ ഖാലു, അവർ പറയും, ബലാ ഖദ് ജാഅനാ നദീർ, ശരി തന്നെയാണ്, വന്നിരുന്നു. നരകത്ത് കണ്ടെറിയപ്പെടുമ്പോഴും സമ്മതിച്ചു പോകും. നമ്മൾ സമ്മതിക്കേണ്ടി വരൂലേ? വേണ്ടിവരില്ല സഹോദരങ്ങളെ. നമ്മൾ എത്രയാ കേട്ടത്, നമ്മൾ എത്രയാ അറിഞ്ഞത്, നമ്മൾ എത്രയാ പഠിച്ചത്. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ പക്ഷെ കളവാക്കി, അതൊക്കെ ഒഴിവാക്കി. അല്ലൊന്നും ഇറക്കിയിട്ടില്ല, ഒരു നിരീശ്വരവാദം കൂടായി, അല്ലെങ്കിൽ ഞാൻ എത്തിച്ചായി, അല്ലെങ്കിൽ അങ്ങനെ ആ മാർഗത്തിലൂടെ അങ്ങോട്ട് പോയി. ഇതൊക്കെ ഒരു തമാശയാണ് എന്ന് പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ. അപ്പൊ ഒരു കരച്ചിലുണ്ട് കേട്ടോ, അപ്പൊ ഒരു കരച്ചിലുണ്ട്. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. വഖാലൂ, അപ്പോൾ അവർ പറയും, ലൗ കുന്നാ നസ്മഉ, ആ ദുനിയാവിൽ ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ ഞങ്ങൾ ആകുമായിരുന്നില്ലല്ലോ എന്ന് അവർ പറയും. അതാണ് ഷഹ്റു റമളാനല്ലദീ
ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്തിൽ ഈ ഖുർആൻ ഇറങ്ങിയത്. അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇനിയൊരു അവസരം നമ്മൾ പ്രതീക്ഷിക്കല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് നന്നായി ഒരുങ്ങി പരിശ്രമിച്ച് കുടുംബസമേതം റയ്യാൻ എന്ന കവാടത്തെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമാഗതമായ റമളാനിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് പരസ്പരം ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അകാരണമായി നമ്മൾ നോമ്പ് ഒഴിവാക്കരുത്. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നോമ്പ് ഒഴിവാക്കരുത്. അത്രമാത്രം പ്രതിസന്ധിയും പ്രയാസം വരുമ്പോഴേ അത് നമ്മൾ ഒഴിവാക്കാവൂ. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി കിടക്കാനല്ല, നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി റമളാൻ മാസത്തില് നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, മുൻകാലക്കാർക്കുള്ളത് പോലെ തന്നെ എന്നല്ല പറഞ്ഞു. അപ്പോ അത് അകാരണമായി ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊന്ന് എന്താണെന്നറിയോ, നോമ്പ് തുടങ്ങിയ ഒരു ആവേശത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാവും, പിന്നെ സാധാരണ പോലെ ആകും. അതിലൊരു അപകടം, നോമ്പ് പുലർത്തങ്ങ് തുടർച്ച ഉണ്ടാവും, പക്ഷേ അതിനോടൊരു ക്രമം ഉണ്ടാവില്ല, ശ്രദ്ധ ഉണ്ടാവില്ല. ആ ഒരു ശ്രദ്ധ ഉണ്ടാവാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ, നീയത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. ഒരു ഹദീസ് ഇങ്ങനെ കാണാൻ പറ്റും, മല്ല യുബയ്യത്തു അസ്സുയാമു ഖബ്ല ഫജ്രി ഫലാ സുയാമ ലഹു. ഒരാൾ പ്രഭാതത്തിന് മുൻപ് നോമ്പ് വിചാരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ലാന്ന്. എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നറിയാം, ഓരോ നോമ്പും ഓരോ ഇബാദത്താണ് എന്നാണ്. ഓരോ നോമ്പും സുബഹി ഒരു ഇബാദത്താണ്, ളുഹർ ഒരു ഇബാദത്താണ്. അതുപോലെ ഓരോ നോമ്പിനും പ്രത്യേകമായി നിയ്യത്ത് വക്കലാണ് അഫ്ളല് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ശരിയായ വശവും. എന്നാൽ ഒന്നിച്ച് നിയ്യത്ത് വെച്ചാലും ശരിയാകുമെന്ന് പറഞ്ഞ ഉലമാക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ഹദീസ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് എന്താണ്, നമ്മൾ രാത്രി തന്നെ എന്ത് ചെയ്യണം, ഒന്ന് അടുത്ത രണ്ടാമത്തെ നോമ്പായി, പക്ഷേ നാളെ ഞാനും കുട്ടികൾക്ക് നോമ്പ്, ആ നവൈത്തു അല്ല, മനസ്സിൽ കരുതുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, അത്താഴം കഴിക്കലാണ്. പലർക്കും ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഏതിനാണുള്ള ബർക്കത്ത് വെച്ചു എന്നറിയില്ല. സുഹൂറിൽ നിങ്ങൾക്ക് ഞാൻ ബർക്കത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുടിക്കുന്ന വെള്ളം, അതിൽ കഴിക്കുന്ന പിന്നെ പഴം, അതിൽ കഴിക്കുന്ന ഭക്ഷണം, ഇതിലൊക്കെ അതൊരു പ്രത്യേക ബർക്കത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബർക്കത്ത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്യണം, നമ്മൾ അത്താഴം കഴിക്കണം. ഈ അത്താഴത്തിനും സുബഹിസ്വലക്കും ഇടയിലുള്ള അകലം പരമാവധി എത്ര, 40 ആയത്ത് 50 ആയത്തിന്റെ ഇടയിൽ ഓതാനുള്ള സമയമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളൂ. മറ്റൊന്ന് സഹോദരങ്ങളെ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസത്തിൽ ഖുർആനില്ലാത്തൊരു നോമ്പ് അനുഷ്ഠിക്കരുത്. എന്നും ഒരു 4-5 ജുസ് എങ്കിലും അത് സാവധാനം ഓതാനും പഠിക്കാനും ഒക്കെ ഒരു ടൈം ടേബിളും കാര്യങ്ങളും ഉണ്ടാക്കി നമ്മൾ ഖുർആൻ കയ്യിലെടുക്കാൻ ഈ റമളാനിൽ തീരുമാനിക്കണം. അത് സ്ഥാപനത്തിലായാലും എവിടെയാണെങ്കിലും ഒഴിവ് കിട്ടിയാൽ ഖുർആൻ ഓതാൻ നമ്മൾ പ്ലാൻ ഉണ്ടാകണം. മറ്റൊന്ന്, ഷിർക്കും ബിദ്അത്തും ഈ നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നും ഈ റമളാനിൽ ചെയ്യൂല എന്ന് തീരുമാനിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഭക്ഷണം നിയന്ത്രിക്കണം. അത് ആവശ്യത്തിന് കഴിക്കാൻ നമുക്ക്, അതിനേക്കാൾ ഉപരി നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയ. നെറ്റ് റീചാർജ് ചെയ്യാതിരിക്കലാണ് ഹൈറെങ്കിൽ റീചാർജ്. ചിലപ്പോൾ ഫോൺ വിക്കലായിരിക്കും, ചിലപ്പോൾ നമ്മിൽ മഹാഭൂരിപക്ഷത്തിന് ഹൈറെങ്കിലാണ്ട് ഒഴിവാക്കുക. എങ്കിൽ നമുക്കൊരു നിയന്ത്രണം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകും, ദീന് നശിച്ചു പോകും എന്നുള്ളത് സ്വയത്തെ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കും. മറ്റൊന്ന്, സമ്പത്ത് ചെലവഴിക്കുക അള്ളാന്റെ മാർഗത്തിൽ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി അടിച്ചു വീശുന്ന അരീഹൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു അള്ളാന്റെ റസൂൽ. അള്ളാന്റെ റസൂൽ ദരിദ്രനായിരുന്നു ആർക്കറിയാത്ത, നമ്മളൊക്കെ പണക്കാരൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മളെ നിസ്കരിക്കണം പള്ളി, നമ്മളെ കുട്ടികൾ പഠിക്കണം മദ്രസ, ഇതിനും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, അത് സ്വതക്ക കൊടുക്കാനേ പറ്റും. സക്കാത്ത് കൊടുക്കാൻ പറ്റിയ നമ്മുടെ പിന്നെ 8 വിഭാഗത്തിന് അങ്ങനെ തന്നെ കൊടുക്കുക. അത് നമ്മളെ സമ്പത്ത് കണക്കൂട്ടി കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ പണം അള്ളാന്റെ മാർഗത്തിലേക്ക് ധാരാളമായി കൊടുക്കുക. അതിനെന്ത് ചെയ്യണം, ഒരു പ്ലാനിങ് വേണം.
ഒരിക്കൽ എന്തെങ്കിലും കൊടുക്കല്ല. ഞാൻ കൊല്ലം ഇന്നൊക്കെ കൊടുക്കും, ഇന്ന പള്ളി, ഇന്ന മദ്രസ, ഇന്ന സ്ഥാപനം, ഇങ്ങനെ ക്രമപ്പെടുത്തി നമ്മൾ കൊടുക്കുക. ചോദിച്ചു വരുന്നവർക്ക്, സാധുക്കൾക്ക്, അയൽവാസികൾക്ക്, ബന്ധുക്കളിലെ പാവങ്ങൾക്ക്, ഇതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുക. ഈ കമ്പോളത്തിലെ എല്ലാ നോമ്പിന്റെ മാലിന്യവും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു ശ്രദ്ധയോടുകൂടി ഇബാദത്തിൽ മുഴുകി സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാണ് റമദാൻ ആരംഭം, അല്ലെ? ചെറിയൊരു ആശയക്കുഴപ്പം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട ഒരു വിഷയം അതിലില്ല. സ്വഹീഹായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂമു ലിറുഅയതിഹി വഅഫ്തിറു ലിറുഅയതിഹി. നിങ്ങൾ സൂമു ലിറുഅയതിഹി, മാസപ്പിറവി കണ്ടാൽ നോമ്പനുഷ്ഠിക്കാം. ആ മാസപ്പിറവി കണ്ടാൽ മാസം തികഞ്ഞാൽ നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇനി അഥവാ കാർമേഘം മൂടുകയോ നിങ്ങൾ ഹിലാലിനെ കാണാതിരിക്കുകയോ ചെയ്താൽ ആ മാസം 30 പൂർത്തിയാക്കി മുന്നോട്ട് പോകാന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ഇതിലെ 3 കാര്യങ്ങൾ പ്രധാനം. ഒന്നെന്താ വെച്ചാൽ കാഴ്ചയാണ് അടിസ്ഥാനം, കണക്കല്ല. സൂമൂലി റുഅയതിഹി എന്നുള്ളത് കാഴ്ചയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ചക്രവാളത്തിൽ ഉണ്ടെങ്കിലും കാർമേഘം മൂടിയാൽ 30 തികക്കുക എന്നുള്ളത് ഈ ഹദീസിന്റെ ഒരു താല്പര്യമാണ്. പിന്നെ ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാൻ തെളിവല്ല, അല്ലെ? അവിടെ ഉണ്ടല്ലോ, മൂടിയപ്പോഴാണ് അത് നോൽക്കണ്ട, നിങ്ങൾ ഉപ്പ് തേച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ കാണുക എന്നത് റസൂലുള്ള നോമ്പ് നോൽക്കാനും മുറിക്കാനും ഒക്കെ പറഞ്ഞൊരു ഷർത്തിൽപ്പെട്ടതാണ്. ഇപ്പോ ഈ ഒരു സമയത്ത് റജബ് 29 നമ്മള് കഴിഞ്ഞ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ 30 തികച്ച് ഷഅബാൻ 1 പ്രഖ്യാപിച്ച് നമ്മളെല്ലാവരും കേട്ടത്. അതനുസരിച്ച് ഷഅബാൻ 29 വരിക മാർച്ച് 1 ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 1 മണിക്കൂറിലധികം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ട്. അതുകൊണ്ട് ശനി ഹിലാൽ കണ്ടാൽ മാർച്ച് 2 ഞായറാഴ്ച ആയിരിക്കും റമദാൻ എന്നതാണ് നമ്മുടെ ഒരു സാധ്യത. എന്നാൽ ഒരു ചെറിയ നേരിയ സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ ശാസ്ത്രീയമായി ബോധ്യപ്പെടാത്തൊരു സംഗതി കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. ഏതായാലും ഇപ്പോ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് നമ്മൾ മാസപ്പിറവി കണ്ടാൽ അതെല്ലാവരും ഒന്നിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ആ മാസപ്പിറവി കണ്ടതിനനുസരിച്ച് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. ആ നോമ്പ് വെറും പട്ടിണിയാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹ്ക്ക് വേണ്ട, അല്ലെ? നല്ല ചൂടാണ് സഹോദരങ്ങളെ. ഇവിടെ പട്ടിണി കടന്നിട്ടൊന്നും അള്ളാഹ്ക്ക് ഒരു പോരിശില്ല. പക്ഷേ ആ പട്ടിണി നാളെ ശഫാഅത്താണ്. മരിച്ചൻ പോയ അള്ളാന്റെ കോടതിയിൽ നോമ്പ് എഴുന്നേറ്റ് വരും. ഭാര്യ മക്കള് പോലും നമ്മളെ വിറ്റ് ഞങ്ങള് സ്വർഗത്തിലേക്ക് ആക്കുമെന്ന് അള്ളഹാനോട് ജാമ്യം പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ നമ്മൾ കയ്യിലെടുത്ത ഖുർആൻ ഓതിയതും പഠിച്ചതും മനഃപ്പാടമാക്കിയും ഖുർആൻ പറയും, ഷഫീഅൻ, പഠിച്ചോനെ ഇത് ശുപാർശ സ്വീകരിക്കുക. അള്ളാഹ് സ്വീകരിക്കുന്ന നോമ്പ് വരും, നോമ്പ് എഴുന്നേറ്റ് വരും. എന്നിട്ട് അള്ളഹാനോട് പറയും, ഈ മനുഷ്യനെ പട്ടിണി കടന്നതും ഭക്ഷണം മുടങ്ങിയതും ഞാൻ കാരണം, പടച്ചോനെ അവന്റെ പാപങ്ങൾ പുറത്ത് സ്വർഗത്ത് കാക്കുന്ന നോമ്പ് പറയുന്ന അള്ളാഹ് സ്വീകരിക്കുന്ന. അപ്പൊ ഖുർആനും നോമ്പുമാണ് നമ്മുടെ ആയുധം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. റഹ്മാനായ റബ്ബ് റമളാനിൽ ജീവിച്ച് പൂർണ്ണമായി അത് ഉൾക്കൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രം പവിത്രത ഉള്ളവരായി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലും നമുക്ക് മുന്നിൽ പോകാൻ, മുന്നിൽ നടക്കാൻ, കുടുംബത്തിന് മാതൃകയാവാൻ, നാടിന് മാതൃകയാവാൻ, അങ്ങനെ ഇസ്തിഗ്ഫാർ ചോദിച്ച് തൗബ ചോദിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി യഥാർത്ഥ മുഅ്മിനുകളാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ. രോഗികളായ ധാരാളം സഹോദരങ്ങൾക്കുണ്ട്, അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ഈ റമളാനിൽ സ്വീകരിക്കുവാനുള്ള ആഫിയത്ത് അവർക്കെല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ. നമുക്ക് ആരോഗ്യവും സമ്പത്തും സമയവും സന്നദ്ധതയും നൽകി ഈ റമളാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ അത്തിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.